ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് ഒരു സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത്, ഈ ദിവസങ്ങളിൽ ചില പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളും ഈശോ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുവചനം. ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം വിളിച്ചു പറയും. വചനം പറയുന്നത് ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും, മേൽക്കൂരയിൽ നിന്ന് തുലാം വിളിച്ചു പറയും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും എവിടെ നിന്നാലും ദൈവം കാണുമെന്ന് ഈ വചനം ഉറപ്പിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും നിഗൂഢമായ സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ പ്രകൃതി നമുക്കെതിരായിട്ട് നിൽക്കുമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ പരിചയപ്പെടുത്തി. അപ്പം പ്രകൃതി പോലും നമുക്കെതിരായി, നമ്മളൊരു തിന്മ പ്രവർത്തിച്ചാൽ, ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ ആ സാഹചര്യം ഓർക്കണം. ആ സാഹചര്യം പോലും നമുക്കെതിരാകുമെന്ന് വചനത്തിലൂടെ പറയുകയാണ്. അതുകൊണ്ട് ഈ നോൻപ് കാലം കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാനും കൂടുതൽ ആത്മീയമായിട്ട് കൃപ കണ്ടെത്തുവാനും പ്രാർത്ഥനയിലും പരിഹാര പ്രാർത്ഥനയിലും ഉപവാസത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യാപരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ആമുഖത്തിലെടുത്ത നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.